നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേർത്ത് പിടിക്കുന്നതിനേക്കാൾ വലിയ ത്യാഗമാ സ്നേഹിക്കുന്ന കുഞ്ഞിനെ വിട്ടുകൊടുക്കുന്നത്. എന്നെക്കാൾ വലിയ ത്യാഗമാ നിന്റെ കുഞ്ഞേച്ചി ചെയ്യുന്നത്. അവൾ എപ്പോഴും പറയും അവക്ക് എന്നെ പോലെ ആവണമെന്ന്. പ്രായത്തിൽ ചെറുതാണെങ്കിലും എനിക്ക് ശാലിനിയുടെ അത്രയും വലുതാകാൻ പറ്റിയില്ലല്ലോ എന്നാ എന്റെ സങ്കടം. അമ്മ പിടിച്ചു നിൽക്കണം മോളെ. ഉള്ളിൽ കരഞ്ഞാലും പുറത്തുള്ളവരത് കാണരുത്. നമ്മൾ തോറ്റുപോവും. അമ്മ എന്താ പാമേ, ഇളയ മരുമകളോട് സ്നേഹം കൂടിയോ? ഈ വീട്ടിലേക്ക് ഒരു കുഞ്ഞിനെ തരാൻ പോവല്ലേ അവള്. ഏതമ്മയ്ക്ക് സ്നേഹം കൂടത്തേ ഉള്ളൂ. എങ്ങനെ ആന്റി ശ്യാമ കുഞ്ഞിനെ തരാൻ പോകുന്നേ? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിനെ മോഷ്ടിക്കോ? അതോ അമ്മ തൊട്ടില് പരതി എടുത്തോണ്ട് വരുമോ? നിനക്കെന്താണ് ഇവിടെ കാര്യം? അങ്കിൾ ഈ വീൽ ചെയറിലിരുന്ന് ഇങ്ങനെ പ്രഷർ കൂട്ടല്ലേ? പ്രായമായി വരികയാണെന്നൊക്കെ ഒരു ഓർമ്മ വേണം. എന്താ നിനക്ക് വേണ്ടത്? എന്റെ ആന്റി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറയുന്നത് ചിലപ്പോ നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെടില്ലായിരിക്കും. പക്ഷെ അത് സത്യമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തല്ലോ കൊല്ലോ എന്താന്ന് വെച്ചാ ചെയ്തോ. എന്തായാലും ആന്റിയുടെ മൂത്ത മരുമകൾ ശാലിനിയുടെ അത്രയും പെരുങ്കളിയൊന്നും അല്ല ഞാൻ. അയ്യോ, അങ്കിളിനോട് ഇത്ര അക്ഷമ കാണിക്കല്ലെന്ന് പറയാൻറ്റി. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ കയറി വന്നപ്പോ നിങ്ങൾക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളെ എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പെരുങ്കള്ളിയെ പിടിച്ച് കയ്യിലോട്ട് ഇട്ട് തന്നു. പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചോണ്ടിരുന്ന ശാലിനിയെ. എന്റെ അങ്കിളെ, എന്തതിര്? സത്യം പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി CID പണി നടത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. വിഷ്ണുവേട്ടനും ശാലിനി അങ്കിളും അടക്കം ഈ വീട്ടിലുള്ളവരൊക്കെ എനിക്ക് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. തക്കം കിട്ടുമ്പോഴെല്ലാം എന്നെ ഉപദ്രവിച്ചു. ഒരു ഗജ ഫ്രോഡിനെ കൊണ്ട് എന്റെ കഴുത്തിൽ താലിയും കെട്ടിച്ചു. തൃപ്തിയായില്ല എല്ലാവർക്കും. പക്ഷെ ആന്റിയോട് മാത്രം എനിക്കിപ്പോഴും സ്നേഹമുണ്ട്. ഒരമ്മയെ പോലെയാ ആന്റി എന്നെ സ്നേഹിച്ചത്. തിരിച്ചങ്ങോട്ട് ഞാനും. അതുകൊണ്ടാ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആന്റിക്ക് വേണ്ടി ഞാനിത് സംഘടിപ്പിച്ചോണ്ട് വന്നത്. എന്താ ഇത്? ഒരു മെഡിക്കൽ റിപ്പോർട്ട് ആന്റി. വായിച്ചു നോക്ക്, ആന്റിക്ക് ഗുണം ചെയ്യും. നിങ്ങളിപ്പോ ഒരുത്തിയെ വീട്ടിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരുന്നു പറഞ്ഞ് ആനന്ദിപ്പിച്ചില്ലേ? അവള് ശ്യാമ പ്രഗ്നന്റ് അല്ല എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടാ ഇത്. പിള്ളേ,
എടോ എന്താടോ ജൂൺ 8-ാം തീയതി കരുണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ പേഷ്യന്റിന്റെ, അതായത് നമ്മുടെ ശ്യാമ മോൾക്ക് അബോർഷനായി പോയിന്ന സാറേ മെഡിക്കൽ റിപ്പോർട്ട്. ഇവിടെ കള്ളം പറയുന്നതാവും. ശ്യാമ എന്തിനാ അങ്ങനെയാണോ പറയുന്നത്? അത് അവളോടല്ലേ അങ്കിളെ ചോദിക്കണ്ടേ. ഞാനെന്തിനാ ശ്യാമയെ കുറിച്ച് ഇവിടെ വന്ന് അങ്ങനെ ഒരു കള്ളം പറയേണ്ടത്? ഇനിയിപ്പൊ കള്ളാണെങ്കി ഞാനല്ല, ഈ മെഡിക്കൽ റിപ്പോർട്ടാ അത് പറയുന്നേ. ഞാൻ ഇവിടെ എന്ത് വ്യാജ റിപ്പോർട്ടും ഉണ്ടാക്കും. നിനക്കറിയാവുന്നല്ലേ ഇവിടെ? അങ്കിള് പിന്നെ ഇതെന്താ? നേരത്തെ ഞാൻ ശാലിനിയുടെ കാര്യം പറഞ്ഞപ്പോഴും നിങ്ങൾക്കൊക്കെ എന്നെ സംശയമായിരുന്നല്ലോ. എന്നിട്ട് പ്രഗ്നന്റ് അല്ലാന്ന് അവള് തന്നെ സമ്മതിച്ചു തന്നില്ലേ? എനിക്ക് തോന്നുന്നത് കാര്യലാഭത്തിന് വേണ്ടി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞുണ്ടാക്കുന്നത് ശാരദാമ്മയുടെ മക്കളുടെ ഒരു ശീലമാണെന്നാ. ഒരാൾക്ക് സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പോവാനാണെങ്കിൽ മറ്റൊരാൾക്ക് സ്വത്ത് തട്ടിയെടുക്കലാവും ലക്ഷ്യം. വേണ്ടാത്ത പറയില്ല കേട്ടോ. നമ്മൾ തമ്മിൽ എന്തിനാ അങ്കിളെ വെറുതെ തർക്കിച്ച് ഊർജം കളയുന്നത്? ഇതിപ്പോ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒരു ഡോക്ടർ ശ്യാമയെ പരിശോധിച്ചാ വിവരം അറിയാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ പരിശോധിക്കുന്നത് കരുണ ഹോസ്പിറ്റലിലെ ഡോക്ടർ ധന്യ ആവരുത്. ധന്യാന്ന് മാത്രമല്ല, ഒരു ഡോക്ടറും വേണ്ട. അഡ്മിറ്റ് ആയ പേഷ്യന്റിന് അബോർഷനായി എന്ന് പറഞ്ഞത് കേട്ടത് ഞങ്ങളാ. പിന്നെ ശ്യാമ പ്രഗ്നന്റ് ആണെന്ന് ആ ഡോക്ടർ കള്ളം പറഞ്ഞത് എന്തിനാന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവാത്തെ. എന്തോ കള്ളക്കളിയുണ്ടെന്നുള്ളത് ഉറപ്പാ. അതിന് ശാലിനിയുടെ ശാരദാമ്മയുടെ ഒത്താശയുണ്ട്. ആമാൻഡി അങ്ങനെ മണ്ടിയാക്കണ്ടെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അവർക്കാർക്കും പരിചയമില്ലാത്ത വേറെ ഡോക്ടർ മതി ആൻറ്റി. അല്ല നീ എന്താ ശ്യാമയെ അവിശ്വസിക്കുവാണോ? അവളുടെ ചേച്ചിയെ രാഘവേട്ട എന്നെ ഏറ്റവും കൂടുതൽ വഞ്ചിച്ചത്. അതേ രക്തം തന്നെയാണോ ശ്യാമയുടെയും ഞരമ്പിലൂടെ ഓടുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.